നമസ്കാരം. എല്ലാവർക്കും ഈശാവാസ്യ ഉപനിഷത്തിലെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പലരും പുതിയ മുഖങ്ങളാണ്. ചില ആളുകളെ അറിയാം, പരസ്പരം അറിയാം പലർക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളില് 10 ഉപനിഷത്തുകളില് ഒന്നാമത്തെ ഉപനിഷത്തായ ഈശാവാസ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വാമി ചിന്മയാനന്ദപുരി. അദ്ദേഹം ഋഷികേശിലാണ്. കൈലാസാശ്രമത്തിൽ പഠിച്ചു. അതിനുശേഷം സന്യാസം സ്വീകരിച്ചു. ഇന്ന് ഭാരതം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂരുണ്ട്, നാളെ എവിടെയാണ് ഉണ്ടാവുമെന്ന് അറിയില്ല. പല ആശ്രമങ്ങളിലും ക്ലാസ് എടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും മലയാളീസും ഹിന്ദിക്കാരും ആന്ധ്രക്കാരും ഒക്കെ ആയിരിക്കുന്ന ഒരുപാട് കുട്ടികളെ, ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈശാവാസ്യമാണ് എടുക്കുന്നത്. പ്രസ്ഥാനത്രയത്തില് ഒന്നാമത്തെ ഉപനിഷത്തുകളിൽ ഒന്നാമതായ ഈശാവാസ്യം നമ്മളെപ്പോലുള്ളവർക്ക് വളരെ ആവശ്യമായിരിക്കുന്ന, ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം. 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ 8 ശ്ലോകങ്ങള് പ്രകരണങ്ങൾ ജ്ഞാനത്തെ പറ്റിയും 9 മുതൽ കർമ്മത്തെ പറ്റിയും, ഉപാസനാപരമായ കർമ്മവും കർമ്മസാധനയെ പറ്റിയുമുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഒരു സാധകൻ എങ്ങനെയാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഉള്ളതിനെ പറ്റി സ്വാമിജി നമുക്ക് വിശദമായിട്ട് പഠിപ്പിച്ചത്. ക്ലാസ് എടുക്കാൻ വേണ്ടി സ്വാമിജിയെ ക്ഷണിക്കും. ഓം നമോ നാരായണ. ഈ ഗ്രന്ഥത്തിൽ നമ്മൾ മംഗളശ്ലോകമായിട്ട് ചൊല്ലുന്നത് പൂർണ്ണമദഃ പൂർണ്ണമിദം എന്നുള്ള മന്ത്രമായിരിക്കും. നിങ്ങളുടെ ബുക്കിന്റെ ആരംഭത്തിൽ തന്നെ ഇതിനെ കാണാം. ഇത് ഇതിനിടെ ബുക്കിനിടെ സോഫ്റ്റ് കോപ്പി കൊടുത്തിട്ടുണ്ട്. അത് പറ്റുന്നവര് ജെറോക്സ് എടുക്കാൻ ശ്രമിക്കുക. എന്നാ പിന്നെ ഒരു ഫിസിക്കൽ ബുക്ക് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുമല്ലോ. കുറെ പേർക്ക് ഈശാവാസ്യ ഉപനിഷത്തിന്റെ പരിചയം ഉണ്ടാവും. ഈ മന്ത്രത്തിന് ശാങ്കര ഭാഷ്യമുണ്ട്, അതിന് ടീക്കയുണ്ട്. നമ്മൾ ഈ ടീക്കയും ടിപ്പണിയും ഉള്ള ഒരു ബുക്കിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് കൈലാസ ആശ്രമത്തിന്റെ പുസ്തകം വെച്ചിട്ടാണ് ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഈശാവാസ്യം വരുന്നത് തന്നെ ശുക്ല യജുർവേദത്തിലാണ്. ശുക്ല യജുർവേദത്തിന്റെ കാണ്വശാഖയുടെ ഭാഗമാണ് ഈശാവാസ്യം. ഇതിൽ ആദ്യം മന്ത്രം തുടങ്ങുന്നത് തന്നെ ഈശാവാസ്യമിതം സർവം എന്നായതുകൊണ്ട് ആ ആദ്യത്തെ ഭാഗത്തെ ഉപയോഗിച്ചിട്ടാണ് ഇതിന് പേര് വന്നത് ഈശാവാസ്യ ഉപനിഷത്ത്. എല്ലാ ഉപനിഷത്തിനും അങ്ങനെയൊന്നുമല്ല. കേന ഉപനിഷത്തിനും ഉണ്ട് കേനേഷിതം പദ്ധതി എന്ന് തുടങ്ങുന്നത് കൊണ്ട്. പക്ഷെ കഠോപനിഷത്തിലൊന്നും അങ്ങനെയല്ല. അപ്പം സാമാന്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. 4 വേദങ്ങള്. ആ വേദങ്ങൾക്ക് ഓരോരോ വേദത്തിലും ശാഖ ഭിന്ന ഭിന്നമായിട്ട് വരും. മൊത്തത്തിൽ കണക്കാക്കുന്നത് 1180 ശാഖയുണ്ടെന്ന. ഓരോരോ ശാഖയ്ക്കും ഓരോരോ ഉപനിഷത്ത് വന്നാല് 1180 ഉപനിഷത്ത് വേണം. പക്ഷെ ഇന്ന് ഇത്രയൊന്നും ഉപലബ്ധമല്ല. ഒരു 200ഓളം ഉപനിഷത്ത് മാത്രമേ ഉപലബ്ധമായിട്ടുള്ളൂ. അതിൽ 10 ഉപനിഷത്തിനാണ് ഭാഷ്യകാരൻ ഭാഷ്യം രചിച്ചത്. അപ്പോൾ ഈ വേദങ്ങളിൽ തന്നെ സാമവേദത്തിന് 1000 ശാഖയുണ്ട്, യജുർവേദത്തിന് 109, അഥർവത്തിന് 50, ഋഗ്വേദത്തിന് 21 ശാഖ. ഇതിൽ ചെറിയ മതഭേദമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ട് എന്ന് പ്രമാണമായിട്ട് മറ്റു ഉപനിഷത്തുകളിലൂടെ കിട്ടുന്നുണ്ടെങ്കിലും ഇത് മൊത്തം ശാഖകളിൽ നിന്ന് ഉപലബ്ധമേ അല്ല. പ്രമാണീകരിക്കാൻ പറ്റത്തില്ല. ഇനി ഒരു ഉപനിഷത്ത് എന്ന് പേരിട്ടത് കൊണ്ട് നമുക്കത് ഇത് ഉപനിഷത്ത് എന്ന് മാനിക്കാനും പറ്റത്തില്ല. ആ ഉപനിഷത്ത് ഏത് വേദത്തിന്റെ ഏത് മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വ്യക്തികൾക്കും പേരിടാൻ പറ്റുമല്ലോ. ഉപനിഷത്തിന് പേര് കൂട്ടിച്ചേർക്കുന്നതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും.
ഈ വേദത്തെ നമുക്ക് മുഖ്യമായിട്ട് 2 ഭാഗമാക്കാം. നമ്മൾ 4 പറയാറുണ്ട് അല്ലെ? ഇതിനെ 2 ഭാഗമാക്കിയാല് ഒന്ന് മന്ത്രഭാഗവും രണ്ടാമത്തത് ബ്രാഹ്മണ ഭാഗവും. മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഈ ബ്രാഹ്മൺ. ഉപനിഷത്തുക്കള് ഈ മന്ത്രഭാഗത്തും വരും ബ്രാഹ്മണ ഭാഗത്തും വരും. നിങ്ങളുടെ ഈ ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രോപനിഷത്താണ് എന്ന് പറഞ്ഞാല് മന്ത്രഭാഗത്ത് വരുന്നതാണ്. ഇതിന്റെ വ്യാഖ്യാനം എന്നുള്ള വ്യാഖ്യാനാകുമ്പോഴേക്കും എന്താവും? അത് ബ്രാഹ്മണ ഭാഗമാകും. ആ ബ്രാഹ്മണ ഉപനിഷത്താണ് ബൃഹദാരണ്യകം. ഇതിന് രണ്ടിനും ഭാഷ്യകാരന്റെ വ്യാഖ്യാനം. ഈ പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ള മന്ത്രം പോലും നിങ്ങളുടെ ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ 5-ാം അധ്യായത്തിലെ 1-ാം ബ്രാഹ്മണത്തിന്റെ 1-ാമത്തെ മന്ത്രമാണത്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഇതിവിടെ തീർത്തില്ല. ഇത് ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അവിടുന്ന് മുന്നോട്ടേക്ക് ഓം ഖം ബ്രഹ്മ ഖം പുരാണം എന്ന് പറഞ്ഞത് മുന്നോട്ട് പോകും. ഓം ഖം ബ്രഹ്മ ഖം പുരാണം വായുരം ഖമിതി. അപ്പോൾ അതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത്. നിങ്ങൾ ഈ 10 ഉപനിഷത്ത് കണ്ടാലും ഓരോരോ ഉപനിഷത്തിലും മംഗള ശ്ലോകം മാറി മാറി വരും. അതായത് ആ വേദത്തിന്റെ മുഖ്യമായിരിക്കുന്ന മന്ത്രത്തെ എടുത്തിട്ടാണ്, ഏത് ഉപനിഷത്താണെങ്കിലും 4 വേദങ്ങളിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മംഗള ശ്ലോകമായിട്ട് 4 മന്ത്രങ്ങളായിരിക്കും മിക്കവാറും കാണുന്നത്. അപ്പം ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആരംഭത്തില് മംഗള ശ്ലോകം കൊടുക്കാനുള്ള കാരണം എന്താ? ഇതിനൊരു പ്രമാണമുണ്ട്. മംഗളാദീനി മംഗളമധ്യാനി മംഗളന്താനി കാര്യാണി പ്രഥന്തേ വീരപുരുഷകാണി ച ഭവന്തി അധ്യേതാരശ്ച സിദ്ധാർത്ഥ യഥാസ്യുഹു എന്ന് മഹാഭാഷ്യത്തില് എഴുതിയത് കൊണ്ട് അതിനെയാണ് പ്രമാണമാക്കി വെച്ചിരിക്കുന്നത്. അതായത് പറയും ശ്രേയാൻസി ബഹു വിഘ്നാനി എന്ന് പറയും. ശ്രേയകാര്യങ്ങൾക്ക് അനവധി വിഘ്നങ്ങൾ സംഭവിക്കും എന്നല്ല, സംഭവിക്കാം. ഓക്കെ. അപ്പോൾ ഈ വിഘ്നങ്ങളുടെ നാശത്തിന് വേണ്ടിയാണ് മംഗളാചരണം നടത്തുന്നതെന്ന് പറയും. മംഗള ആദീനി മംഗളമധ്യാനി മംഗളന്താനി. ചില ഗ്രന്ഥങ്ങൾക്ക് തുടക്കത്തിൽ മംഗളം ഉണ്ടാവും, മധ്യത്തിൽ വരാം, അവസാനം വരാം. ഓക്കെ. നിങ്ങൾ ഈ എന്താണ് നമ്മുടെ പാണിനീയ സൂത്രം പോലും തുടങ്ങുന്നത് വൃദ്ധിരാധൈച്ച് എന്നുള്ളത് വൃദ്ധിയെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് മംഗള കാണുന്ന സമയത്ത് നമസ്കാരം വേണമെന്ന് നിർബന്ധമൊന്നും. ഓക്കെ. എന്തുകൊണ്ടാ? മംഗളത്തെയും 3 പ്രകാരത്തിലാണ് കണക്കാക്കുന്നത്. നമസ്കാരാത്മകമാണെങ്കിൽ ശരിയാണ്, നമഃ എന്ന് കാണാം. ചില സ്ഥലത്ത് വസ്തു നിർദ്ദേശാത്മകമായിരിക്കും. വസ്തുവിനെ പറഞ്ഞാൽ മതി. ഏത്? തത്പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മവസ്തുവിനെയോ അല്ലെങ്കിൽ ജീവസ്വരൂപത്തെയോ പറയുന്നതിലൂടെ തന്നെ അത് മംഗളമായി കഴിഞ്ഞു. വേറെയും പറയും. എന്താണ്? അധശബ്ദം, അതേപോലെ ഓം ശബ്ദം, ഓംകാരശ്ച അധശബ്ദശ്ച ദ്വാവേദോ ബ്രഹ്മണപുര കണ്ഠം ഭിത്വാ വിനിർയാതോ തസ്മാത് മാംഗളികാ ഉഭവും. നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രന്ഥത്തിലില്ലാത്ത കുറെ ശ്ലോകങ്ങൾ വരുന്നേരം ഇതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കണേ. കൂടുതലും ഇതിലൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഇതിനെ മുൻപിൻ ഭാഗങ്ങളൊക്കെ ഇതിനെ ക്രോഡീകരിക്കാനായിട്ട് കുറെ ശ്ലോകങ്ങൾ വന്നു കയറും. അതൊക്കെ എഴുതി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓങ്കാരശ്ച അധശബ്ദശ്ച, ഓങ്കാരവും അധ എന്നുള്ള ശബ്ദവും ദാവേദോ, ഈ 2 ശബ്ദങ്ങളും പുരാ സൃഷ്ടിയുടെ ആരംഭത്തില് നിർഗതോ വിനിർഗതോ. ഓങ്കാരശ്ച അധശബ്ദശ്ച ദ്വാവേദോ ബ്രഹ്മണപുര, ബ്രഹ്മാവിൽ നിന്ന് നിർഗതമായതാണ്. അതുകൊണ്ട് തന്നെ 2ഉം മാംഗളിക ഉഭവം എന്ന് പറയും. മംഗളത്തിന് വേണ്ടി 2 ശബ്ദത്തെയും പ്രയോഗിക്കാറുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ വട്ടം നമ്മൾ യോഗസൂത്രം എടുത്തില്ലേ? അതിൽ സൂത്രം ആരംഭിച്ചത് എങ്ങനെയാ? അധയോഗാനുശാസനം എന്നാ. അവിടെ അധശബ്ദത്തിന് ആരംഭം എന്നേ അർത്ഥമുള്ളൂ. ടീക്കെ. ചില സ്ഥലത്ത് അധ ശബ്ദത്തിന് മംഗളാർത്ഥമുണ്ട്. ചില സ്ഥലത്ത് ആനന്ദര്യാത്ര അർത്ഥം പറയേ. അങ്ങനെ പല അർത്ഥത്തിലാണ് വരിക. അപ്പം മംഗളം ചെയ്യുന്നത് വിഘ്നത്തിന്റെ പരിസമാപ്തിക്കാണെന്ന് പറയും. ഇതിനെക്കുറിച്ച് ന്യായസിദ്ധാന്ത മുക്താവിലേക്ക് കുറെ ചർച്ച കയറി വരും. അതായത് വിഘ്നം ഇല്ലാത്ത ആൾ എന്തിന്
മംഗളം ചെയ്യണം. പക്ഷെ നമ്മൾക്ക് അറിയത്തില്ലല്ലോ വിഘ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ठीक है, വിഘ്നം എന്നുള്ളത് പ്രതിബന്ധകമായിട്ടിരിക്കുകയാണ്. പ്രതിബന്ധകൻ ഇരുന്നു കഴിഞ്ഞാല് കാര്യം സമാപന്നമാവത്തില്ല. അപ്പൊ ആ ഒരു കാര്യ സമാപത്തിക്ക് വേണ്ടിയാണ് മംഗളാചരണം നടത്തുന്നത്. അന്നേരം പറയും മംഗളം വിഘ്നത്തിന്റെ ധ്വംസകനായിക്കൊണ്ട് കാര്യത്തിന്റെ പരിസമാപ്തിക്ക് കാരണമാവും. അവിടെയും ചില സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളില് മംഗളം ചെയ്തിട്ട് പോലും ഗ്രന്ഥത്തിനെ സമാപിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാന്നൊരു ചോദ്യമുണ്ട്. അന്നേരം പറയും ठीक है, നമ്മൾ സാമാന്യമായിട്ട് ഉത്തരം കൊടുക്കുന്ന പോലെ, അതായത് ഒരു മംഗളം കൊണ്ട് തീരാൻ പറ്റുന്ന വിഘ്നം അല്ലായിരുന്നു. അധിക വിഘ്നം ഉള്ളത് കൊണ്ട് അധിക മംഗളാചരണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, ചില ഗ്രന്ഥങ്ങളിൽ, നാസ്തിക ഗ്രന്ഥങ്ങളില് മംഗളാചരണമൊന്നും ഇല്ലല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അത് സമ്പന്നമാവുന്നു? അന്നപ്പോൾ നമ്മുടെ സ്ഥിര ഉത്തരം അവിടെ വിഘ്നങ്ങളില്ലായിരുന്നു. ठीक है, ഇങ്ങനെയൊക്കെയാണ് ന്യായീകരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെന്താണ് ഇവരുടെ സിദ്ധാന്തത്തിൽ പറയുന്നത്? വീരപുരുഷ കാണിച്ച ഭവന്തി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മംഗളാദീനി മംഗളാന്താനി മംഗളമധ്യാനി കാര്യാണി പ്രഥന്തേ. പ്രഥന്തേ എന്ന് പറഞ്ഞാല് വിസ്താരം പ്രാപിക്കുന്ന അർത്ഥം, ലോകപ്രസിദ്ധമാവും. അതേപോലെ പഠിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനും പറ്റും, അവര് വീരപുരുഷന്മാരായി മാറും. അതുകൊണ്ട് മംഗളാചരണം ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ എന്താണ്, പരമ്പരയിലൂടെ മാന്യത ഉള്ളത് കൊണ്ട് ഗ്രന്ഥത്തില് മംഗളാചരണം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ബ്രഹ്മസൂത്രം കാണുകയാണെങ്കിൽ അവിടെ ശാങ്കര ഭാഷ്യം തുടങ്ങുന്ന നേരം മംഗളാചരണമൊന്നുമില്ല. ठीक है, നേരിട്ട് തുടങ്ങുകയാണ്. പക്ഷേ അവിടെ ഇപ്പോൾ ടീക്കയിൽ അതിനെപ്പറ്റി ചർച്ച വരുന്ന നേരം പറയും, അവിടെ സംസാരിക്കുന്ന ഭാഷ്യകാരൻ തുടക്കത്തിൽ തന്നെ സംസാരിക്കുന്ന വിഷയം ബ്രഹ്മസ്വരൂപമാണ്, ബ്രഹ്മസ്വരൂപത്തെയാണ്. ആ ബ്രഹ്മസ്വരൂപത്തെ കുറിച്ച് തുടക്കത്തിൽ പറയുന്നത് കൊണ്ട് എന്ത് പറ്റി? വസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തെ നിർദ്ദേശിച്ചത് കൊണ്ട് മംഗളാചരണം നടന്നിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് നമ്മളും ഈ ഗ്രന്ഥത്തിന്റെ ആരംഭത്തില് പൂർണ്ണമത എന്ന് തുടങ്ങുന്ന മംഗളാചരണം ചെയ്യും. ഇതിന്റെ വ്യാഖ്യാനം നമ്മൾക്ക് പടിപടിയായിട്ട് പിന്നെ ചെയ്തു വരാം, ആരംഭത്തിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതേപോലെ ഇവിടെ നമ്മൾ ചില ഭാഗത്ത് അനുമാന പ്രയോഗം നടത്തും. അനുമാന പ്രയോഗം വരുന്നത് നൈയായികന്റെ ഒരു ശൈലിയാണ്. അത് നൈയായികനാണ് ഈ അനുമാനത്തിന്റെയൊക്കെ ഉപജ്ഞാതാക്കൾ. നമ്മൾ ഇവിടെയും കൊണ്ടുവച്ച് വെക്കാറുണ്ട്. ഈ 6 ദർശനങ്ങളിൽ എങ്ങനെയുള്ള ആസ്തിക ദർശനങ്ങൾ 6, നാസ്തിക ദർശനങ്ങളും 6. അറിയാലോ, അറിഞ്ഞാലും അറിവുണ്ടെങ്കിലും എന്നാലും പറഞ്ഞു പോവാണ്, ആരംഭ ദിവസമായതുകൊണ്ട്. ഈ 6 ദർശനങ്ങളില് 2 ഏത്? പൂർവമീമാംസയും ഉത്തരമീമാംസയും വേദത്തിൽ അടിയുറച്ച് നിന്നിട്ട് കാര്യം പറയാണ്. അതായത് വേദത്തിന്റെ പൂർവഭാഗം എന്നുള്ളത് കർമ്മകാണ്ഡമാണ്. ആ കർമ്മകാണ്ഡത്തിന്റെ സ്വരൂപ വർണ്ണനം, എങ്ങനെ കർമ്മം ചെയ്യണം. കാരണം കേവലം കർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലും ആപസ്തംഭാദി സൂത്രങ്ങളുടെ സഹായം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് കർമ്മത്തിനെ അതിന്റെ ക്രമം ഒന്നും മനസ്സിലാവത്തില്ല. ആ സ്ഥിതിക്ക് അതിനെ വിശദീകരിക്കുന്നതാണ് ജൈമിനീയ സൂത്രങ്ങൾ. അപ്പൊ ഓരോ ശാസ്ത്രത്തിന്റെയും മുഖ്യമായിരിക്കുന്ന പ്രമാണം എന്നുള്ളത് അതിന്റെ സൂത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ദർശനങ്ങളുടെ ആചാര്യന്മാരെന്നുള്ളത് സൂത്രകാരന്മാരാണ്. നമ്മളിവിടെ പറയും എന്താണ്, വേദാന്തത്തിന്റെ ആചാര്യൻ ആരാ വെച്ചാൽ പെട്ടെന്ന് വായിൽ വരെ ശങ്കരാചാര്യനാണ്. പക്ഷെ അങ്ങനെയല്ല, ശങ്കരാചാര്യരല്ല വേദാന്ത സൂത്രം എഴുതിയത്. ठीक है, വേദാന്ത സൂത്രകാരനായിരിക്കുന്ന വ്യാസനാണ് വേദാന്തത്തിന്റെ ആചാര്യൻ. അപ്പൊ ഈ പൂർവമീമാംസയുടെ ആചാര്യനാണ് ജൈമിനി. അപ്പൊ ജൈമിനീയ സൂത്രങ്ങളാണ് പൂർവമീമാംസയുടെ ആധാരമായിട്ടിരിക്കുന്നത്. ഈ സൂത്രങ്ങൾ ഏതിനുണ്ടോ ഇതിനൊക്കെ തന്നെ ഭാഷയുണ്ട്. ठीक है, പൂർവമീമാംസ കഴിഞ്ഞാല് പിന്നെ വരുന്നതാണ് ഉത്തരമീമാംസ. ആ ഉത്തരമീമാംസയാണ് വേദാന്തം. പൂർവം എന്ന് ഉദ്ദേശിച്ചത് സന്യാസത്തിന് പൂർവം, സന്യാസത്തിന് ഉത്തരം എന്ന് വേണമെങ്കിലും ഗണിക്കാം. ठीक है, അതായത് സന്യാസത്തിന് പൂർവം കർമ്മകാണ്ഡമുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് വന്നാല് പറയും ഇതിന്റെ ക്രമം ഉണ്ടല്ലോ, ആദ്യം കർമ്മം, ഉപാസന,
ഈ കർമ്മോപാസന ചെയ്ത് ചിത്തശുദ്ധി വന്നവന് മാത്രമാണ് വേദാന്തത്തിലേക്ക് പ്രവേശം. അതെന്താ? മറ്റുള്ളവർ വേദാന്തം പഠിച്ച എന്താ തകരാറ്? പഠിക്കാൻ ആർക്കും പഠിക്കാം, പക്ഷേ അത് മനസ്സിലാക്കുക എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. ഇപ്പം നമ്മൾ പല സ്റ്റേജ് പ്രോഗ്രാമുകളിലും എത്തിസ്റ്റുകളായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് വേദാന്തികൾ പറയും, നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ സംസ്കൃതം പഠിക്കണം, ഇല്ലാതെ മനസ്സിലാവില്ല. അപ്പൊ അവർ തിരിച്ചു പറയുന്നത്, നിങ്ങളുടെ ഈ കാര്യങ്ങൾ ഏത് ഭാഷയിൽ എഴുതിയാലും മനസ്സിലാവില്ല, സംസ്കൃതത്തിൽ എഴുതിയാലും മനസ്സിലാവും നിർബന്ധമുണ്ടോ? അതൊരു ശരിയാണ്. ടീക്കെ. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് മാത്രമല്ല, വലിയ ആചാര്യന്മാർക്ക് ഇക്കാര്യത്തിൽ മതഭേദമുണ്ട്. സംസ്കൃതത്തിലൂടെയേ മനസ്സിലാവത്തുള്ളൂ എന്ന് ചിലർ പറയും, ചിലർ അല്ല. ഭാഷ ഏതാണെങ്കിലും കാര്യം മനസ്സിലായാൽ മതി. പക്ഷേ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു പരമ്പരയിലൂടെ പഠിച്ച് അത്രയും തെളിവ് വേണം. എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഈ ഉപനിഷത്ത് കവർ ചെയ്തുകൊണ്ടൊന്നും ഉപനിഷത്തിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. ഉപനിഷത്തിനെ സഹായിക്കുന്ന മറ്റ് ദർശനങ്ങളെയും കൂടി നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നൈയായികനെയും മീമാംസകനെയും ഒക്കെ പഠിച്ചെങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അപ്പൊ പൂർവ്വമീമാംസ കഴിഞ്ഞാൽ പിന്നെ ഉത്തരമീമാംസ കയറി വന്നു. ഇത് രണ്ടുമാണ് വേദത്തിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത് നേരിട്ട് വേദവാക്യത്തെ ആയിരിക്കും. ബാക്കി ഒരു ദർശനവും നേരിട്ട് ശ്രുതിയെ ആശ്രയിക്കുന്നില്ല. ശ്രുതിയുടെ അർത്ഥനിർണയം നടത്തുന്നതാണ് പൂർവ്വമീമാംസ. അതേപോലെ ശ്രുതിയുടെ അർത്ഥനിർണയം നടത്താനാണ് ഉത്തരമീമാംസ. പക്ഷെ രണ്ടും സംബന്ധിക്കുന്ന ഡീൽ ചെയ്യുന്ന വിഷയങ്ങൾ ഭിന്നമാണ്. കർമ്മത്തെ വിഷയീകരിക്കുന്നത്, അതേപോലെ ജീവന്റെ ഭോഗവും ജീവനെയും വിഷയീകരിക്കുന്നതാണ് പൂർവ്വമീമാംസ. അതായത് ഈ ശരീരത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന ഒരു ജീവനെ മാനിക്കുന്നില്ല എങ്കിൽ കർമ്മകാണ്ഡം സമ്പന്നാവില്ല. കാരണം കർമ്മി ഇവിടെ കർമ്മം ചെയ്തിട്ട് ലഭിക്കുന്ന ചില ഫലങ്ങള് ഈ ജന്മത്തിൽ കിട്ടുന്നതല്ല കർമ്മിക്ക്. ടീക്കെ. ഈ ശരീരം വിട്ട ശേഷം മാത്രമേ സ്വർഗാദി ഭോഗങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷേ ചില ഫലങ്ങൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കും. ഇപ്പം പ്രമാണമായിട്ട് പറയും, കാരീര്യ യജേത വൃഷ്ടികാമഹ പുത്രകാമ ഇഷ്ടിയ യജേത. ഈ പുത്രനെ അടുത്ത ജന്മത്തിൽ കിട്ടാനൊന്നല്ലല്ലോ ആഗ്രഹിക്കുന്നത്. അതേപോലെ കൃഷി ഇറക്കുന്നവൻ മഴയെ ആശ്രയിക്കുന്നത് അടുത്ത ജന്മം കിട്ടാനല്ലല്ലോ, ഈ ജന്മം കിട്ടാനല്ലേ. അപ്പോൾ കർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങളുടെ ഫലം ചിലത് ദൃഷ്ടഫലം എന്ന് പറയും. ദൃഷ്ടഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലത് അദൃഷ്ടഫലമായിരിക്കും. എന്ന് പറഞ്ഞാല് ഈ ജന്മത്തിലല്ല, ഈ ശരീരം വിട്ടിട്ട് അടുത്ത ജന്മത്തിലേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഈ ശരീരം വിട്ടിട്ട് അടുത്ത ജന്മത്തിലേ ഫലം കിട്ടത്തുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും ഫലം ഭുജിക്കാനായിട്ട് ഈ ശരീരമല്ല, ശരീരത്തിലിരിക്കുന്ന വേറൊരു ജീവൻ ഉണ്ട് എന്നുള്ളത് പൂർവ്വമീമാംസകന് മാനിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വേദാന്തി മാനിക്കുന്ന ജീവനും പൂർവ്വമീമാംസകൻ മാനിക്കുന്ന ജീവനും തമ്മിൽ എന്താ വ്യത്യാസം? ഇനി വ്യത്യാസമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരമീമാംസയുടെ ആവശ്യമേ വരുന്നില്ലായിരുന്നു. ഇത് നിങ്ങളുടെ ശാസ്ത്രത്തില് തുടക്കത്തില് പൂർവപക്ഷി സിദ്ധാന്തി ഉടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അഭിപ്രായത്തിൽ. ഓക്കെ. അപ്പോൾ അവർ ഉത്തരം കൊടുക്കുന്നത് ജൈമിനീയ സൂത്രം വരെയുള്ള പൂർവമീമാംസ സിദ്ധാന്തത്തില് നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ഒരു ജീവനെ കുറിച്ച് പറയുന്നില്ല. അതായത് വേദ അധ്യയനത്തിനായിട്ട് വിധിയുണ്ട് എന്ന് പറഞ്ഞാല് വിധിവാക്യം എന്നാണ് ഉദ്ദേശിച്ചത്. സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ള വിധിയാണ് വേദ അധ്യയനത്തിനായിട്ട് കുറിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് അവിടെ പ്രമാണങ്ങൾ പറയും എത്ര വർഷം ആയിരിക്കുമ്പോഴാണ് മാണവകനെ അധ്യയനം ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ സ്വസ്വ ശാഖാ അധ്യയനത്തിനായിട്ട് അവന് ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം എന്നുള്ളതാണ് സ്വാധ്യായ വിധിയുടെ താല്പര്യം. സ്വാധ്യായ അധ്യേതവ്യ എന്നുള്ളതിനെ നമ്മൾ സ്വാധ്യായ വിധി എന്നാ പറയും. ഈ സ്വാധ്യായ വിധിയുടെ വിഷയം എന്ന് പറഞ്ഞാല് 12-ാം വയസ്സാകുമ്പോഴേക്ക് ഗുരുകുലത്തിലേക്ക് വിട്ടല്ലോ. അവിടുന്ന് 24 വയസ്സ് വരെ അവന്റെ അധ്യയന കാലത്ത് കേവലം ഗുരു ഉച്ചാരണം കേട്ടിട്ട് അനുച്ചാരണം മാത്രമല്ല,
അനു എന്ന് പറയാൻ പശ്ചാത്തലം നടത്താം. ഗുരു ഉച്ചാരണം ചെയ്തു തരുമ്പോൾ അത് കേട്ടിട്ട് ഉച്ചാരണം നടത്തുക എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത്രയും ചെയ്തത് കൊണ്ട് മാത്രം സമാവർത്തനം ചെയ്യാൻ പാടില്ല എന്ന് പറയും. സമാവർത്തനം എന്ന് പറഞ്ഞാല് ആ ഗുരുകുലത്തിലേക്ക് പോയവന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിന്റെ അവസാനമാണ് സമാവർത്തന കർമ്മം. അവൻ തിരിച്ചുവിടുകയാണ്. പിന്നെന്ത് ചെയ്യണം? അവിടെയാണ് ജൈമിനീയ സൂത്രങ്ങൾ വന്ന് പറയുന്നത്. ठीक है, എന്ത് ആയിട്ടില്ല, വീട്ടിലേക്ക് പോവാൻ സമയമായിട്ടില്ല, അഥാതോ ധർമ്മ ജിജ്ഞാസ കർത്തവ്യ. ठीक है, അവിടെ അവന് ധർമ്മ ജിജ്ഞാസ ചെയ്താൽ പോലും, ഇനി നമ്മൾ ആ ജൈമിനീയ സൂത്രത്തിലെ മൊത്തം അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇത്രേ കിട്ടത്തുള്ളൂ. കർമ്മം എങ്ങനെ ചെയ്യണം, തത്സംബന്ധിയായിരിക്കുന്ന ദേവത ഏതാണ് എന്നുള്ള കാര്യങ്ങളുടെ സമ്പൂർണ്ണ പഠനം മാത്രമാണ് പൂർവമീമാംസാ സിദ്ധാന്തത്തിലുള്ളൂ. ഇതോടുകൂടി, ഈ അധ്യയനത്തോടുകൂടി സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ള വിധിയുടെ കാര്യം സമ്പന്നമായി കഴിഞ്ഞു. ഇപ്പൊ വേദാന്തം പഠിക്കാനോ? വേദാന്തം നിങ്ങൾ ഗുരുകുലത്തിൽ പഠിച്ച സമയത്ത് സകല ശാഖാ അധ്യയനം നടത്തുമ്പോൾ അവിടെ വേദാന്ത ഭാഗവും വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിനെ രണ്ടാക്കിയാലും മന്ത്രഭാഗവും ബ്രാഹ്മണ ഭാഗവും ആക്കി മാറ്റാം വേദത്തെ. ഇനിയും നിങ്ങൾ വിഭാഗം നടത്തി കഴിഞ്ഞാല് മന്ത്രത്തെ മാറ്റിയാൽ പിന്നെ വരുന്നത് ആരണ്യമുണ്ട്, ഉപനിഷത്തുണ്ട്, അതേപോലെ ബ്രാഹ്മണ ഭാഗമുണ്ട്. ഇങ്ങനെ ഉള്ള എല്ലാ 4 വിഭാഗത്തിൽ പഠിക്കുമ്പോൾ അവിടെ വൈദിക മന്ത്രത്തിന്റെ കൂട്ടത്തില് ഈശാവാസ്യാദി അദ്വൈത ബോധക വാക്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം സ്പഷ്ടമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വിധി വരുന്നത് തദ് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം സമിത്പാണിഹി. ठीक है, എന്ന് പറഞ്ഞാൽ ഇത്രയും പൂർവത്തിലുള്ള അറിവ് കൊണ്ട് സംസാരത്തിന്റെ പ്രാപ്തി മാത്രമേ ഉള്ളൂ. ഈ സംസാരത്തിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രാപിക്കാൻ ഇച്ഛയുണ്ട് എങ്കിൽ തത് വിജ്ഞാനാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപ വിജ്ഞാനാർത്ഥം ഗുരും ഏവ അഭിഗച്ഛേത്, ഗുരുവിനെ മാത്രം പ്രാപിക്കൂ. ഗുരുവിനെ അഭിഗച്ഛേദേവ, ഗുരുവിനെ പ്രാപിക്കുക തന്നെ വേണം. ഏവ തരംതിരിച്ചിട്ട് അന്വേഷിച്ചാൽ മതി. അപ്പൊ അവിടെ ഗുരുവിൻ ആരാന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കാനൊന്നല്ലല്ലോ പോകുന്നത്. ठीक है, ആരാണെങ്കിലും ഗുരു തന്നെയല്ലേ, പഠിപ്പിക്കുന്ന ആള് ഗുരുവാണ്. അതിപ്പോൾ ഇവിടെ ഏത് ഗുരുവിന്റെ അടുത്തേക്ക് പോകും? ആരാണ് ഗുരു എന്നുള്ളൊരു വിഷയമാണ്. ठीक है, നമ്മൾക്ക് ഇങ്ങനെ കുറെ കാണാം. എന്ത് ബ്രഹ്മാണ്ഡ ഗുരു, സദ്ഗുരു, ഇഷ്ടം പോലെ ഗുരുക്കന്മാരുണ്ട്. പക്ഷെ ഗുരുക്കന്മാർക്ക് അവിടെ വിശേഷണം കൊടുത്താൽ എന്താന്നോ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ. എന്താ ശ്രോത്രിയൻ? ആരാണ് ശ്രോത്രിയ ചന്തോദീതേ എന്ന് പറയും. ഛന്ദസിനെ അധ്യയനം നടത്തിയവനാണ് ശ്രോത്രിയൻ. എന്ന് പറഞ്ഞാല് ആ ഗുരുവും തന്റെ ഗുരുവിൽ നിന്ന് വേദാഭ്യാസം നടത്തിയിരിക്കണം എന്ന് പറയാൻ വേദാന്തം അഭ്യസിച്ച ആള് മാത്രമാണ് ഗുരുവാകത്തുള്ളൂ. ठीक है, ഒരു വിശേഷണം. രണ്ടാമത്തതോ ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം. ജ്ഞാനിയായിരിക്കുന്നതും പരമ്പരയിലൂടെ അധ്യയനം ചെയ്ത് വന്നിട്ട് ജ്ഞാനിയായിരിക്കുന്ന ആളെ മാത്രമാണ് ശാസ്ത്രത്തിൽ ഗുരു എന്ന് പറയുന്നുള്ളൂ. അപ്പൊ ആദ്യം നോക്കണം, ഈ ഗുരു ശാസ്ത്ര അധ്യയനം ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തതാണ് ബുദ്ധിമുട്ട്. ഒരാൾ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് നമുക്ക് ഒരു കണക്കിനും പറയാൻ പറ്റത്തില്ല. അതങ്ങനെ പറയാൻ പറ്റാതെ പോകും. കാരണം ഗീതയിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, 2-ാമത്തെ അധ്യായത്തില് ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് ജ്ഞാനിയെ കണ്ടെത്താൻ പറ്റൂല. അതായത് അവിടെ ഗീതയിൽ ജ്ഞാനിയുടെ ലക്ഷണം പറഞ്ഞിരിക്കുന്നതേ, അവിടെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നവൻ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവന് ജ്ഞാനിയാവാമെന്നല്ലാതെ നിങ്ങൾ നാട്ടുകാരിൽ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് മീറ്റർ വെച്ച് അളക്കാൻ വേണ്ടി പറഞ്ഞതല്ലത്. ठीक, ആരും അങ്ങനെ കരുതണ്ട. പിന്നെയും തോന്നുന്നു, എന്നാലും അങ്ങേര് ഇത്രയും ദിവസം മിണ്ടാതിരുന്നില്ലേ? ठीक, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ലോകത്ത്. അപ്പൊ മുഖ്യമായിട്ട് പിന്നെ നിങ്ങളുടെ ഈ പിപ്പലാദ ഋഷിയെ കുറിച്ച് പറയുന്നേ എവിടെയാണത്? ഈശകന മുണ്ടകത്തിൽ ഒരു പ്രസംഗം വരുന്നുണ്ട്. ठीक, അപ്പൊ അവിടെ പറയുന്നുണ്ട് സർവജ്ഞ കൽപ്പ എന്നൊരു ശബ്ദപ്രയോഗം നടത്തുന്നുണ്ട്. സർവജ്ഞനാണോ? അല്ല, സർവജ്ഞ കൽപ്പം. ഈ കൽപ്പപ്രത്യം വരുന്നത് ഈഷദസമാപ്തു കൽപ്പ ദേശീയരഹ എന്ന സൂത്രത്തിനനുസരിച്ചാണ്. അതായത് കുറച്ച് ന്യൂനതയുണ്ട്, അങ്ങനെയാണെങ്കിൽ കൽപ്പപ്രത്യം വിധിക്കാം. അവിടെ ബ്രഹ്മജ്ഞ കൽപ്പ എന്ന് പറഞ്ഞാല് ബ്രഹ്മജ്ഞനല്ലെങ്കിലും അതിനടുത്ത് എത്തി നിൽക്കുന്നതാണ്.
അതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞനാണ് എന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിലും നമ്മൾക്ക് ഈ അധ്യയനം ചെയ്യിപ്പിച്ചിട്ട് ഈ വസ്തുവിനെ ബോധിപ്പിക്കാനുള്ള സാമർത്ഥ്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഗുരുവായി സ്വീകരിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ചിലരുണ്ട്, പണ്ട് ഞങ്ങൾ കൂടെയുള്ള ഒരാൾ പറയായിരുന്നു, ഗുരുവേട്ട എന്ന് പറയും. അങ്ങേരെന്തോ വലിയ മഹാനും, അങ്ങേര് ഗുരുക്കന്മാരെ വേട്ടയാടി പിടിക്കാനായിട്ട് ഇറങ്ങും. തനിക്കെന്ത് ഗുണമുണ്ട് ശിഷ്യനാവാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ठीक है. അപ്പൊ താനും ക്വാളിഫൈഡ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിരിക്കുന്ന ഗുരുവിനെ തരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാല് ഒരാളുടെ പ്രാരബ്ധത്തിന്റെ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഒരു സെക്കൻഡ് ഇങ്ങോട്ടോ മാറത്തില്ല എങ്കിൽ തനിക്ക് കിട്ടുന്ന ഗുരുവും തന്റെ പ്രാരബ്ധാനുസാരം മാത്രമാണ്. അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് സമാധാനിക്കുക എന്നല്ല, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഈ വേദാന്ത പ്രതിപാദ്യ വസ്തുക്കളെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആർക്ക്, എനിക്കാണ് നിങ്ങൾക്കാണെങ്കിലും ഏത് മഹാഗുരുവിനെ കിട്ടിയാൽ പോലും നമ്മൾക്ക് ബുദ്ധി സാമർത്ഥ്യം ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുമോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ പ്രതിപാദിത വസ്തു അത്രയൊന്നും ലോകപ്രസിദ്ധമല്ല. നമ്മൾ തീരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചു പോകുന്നത്. അതായത് ജഗത്തിന്റെ സൃഷ്ടിയെ പറയുമ്പോൾ ഉള്ള ജഗത്തിന്റെ സൃഷ്ടിയാണോ ഇല്ലാത്ത ജഗത്തിന്റെ സൃഷ്ടിയാണോ നിങ്ങൾ പറയുന്നത്? ഉള്ള ജഗത്താണെങ്കിൽ പിന്നെ സൃഷ്ടി എന്തിനു പറയണം? ഇല്ലാത്ത ജഗത്താണെങ്കിലോ ഇല്ലാത്ത ജഗത്ത് ഇല്ലല്ലോ, പിന്നെ ഇതിന് സൃഷ്ടി പറയണം. ഇനി ഞാൻ ഓരോരോ ഘട്ടം വെച്ചുതരാം ഈ ജഗത്ത് എന്തായി നിൽക്കും എന്നുള്ള നോക്കാൻ. ഈ ജഗത്തിന്റെ കാരണമായിട്ട് മായയെ കൊണ്ടുവരും. ചിലർ പറയും ശങ്കരൻ മായാവാദിയാണ്. ഈ പറയുന്ന ആൾക്കാർ മൊത്തം പഠിച്ചിട്ട് ഒരു ദോഷം കണ്ടെത്തിയാണ് ശങ്കരൻ മായാവാദി. അവരൊന്നും അങ്ങനെയല്ല കേട്ടോ, അവർ ഡീസന്റ് ആണ്. ശങ്കരൻ മാത്രം മായാവാദി. ഇത് ശങ്കരാചാര്യർ കൊണ്ടുവന്നൊന്നല്ല ഈ മായാവാദം. ठीक है. ശ്രുതിയുടെ വചനമുണ്ട് ഇവിടെ. മായാന്തു പ്രകൃതിം വിദ്യാത് മായനന്തു മഹേശ്വരം ഏവമേവേഷ മായ സ്വവ്യതിരിക്താനി പരിപൂർണാനി ദൃശ്യാനി പരിപൂർണാൻ ക്ഷേത്രാണി ദർശയിത്വ മായാച അവിദ്യാച സ്വയമേവ ഭവതി. ഇങ്ങനെ ഇരിക്കുന്ന ഉത്തര നൃസിംഹ താപനീപനിഷത്ത്, അതേപോലെ ശ്വേതാശ്വേതോപനിഷത്തൊക്കെ മായയെക്കുറിച്ചുള്ള ഉപവർണ്ണനമുണ്ട്. ठीक है. ഇനി ചാന്തോക്യത്തിൽ വന്നാൽ കാണാം, നീഹാരണ പ്രാവൃതാഹ അഹരഹർ ഗച്ഛന്നതി ന വിദുഹു. അജ്ഞാനത്തിനുള്ള പ്രമാണം കൊടുക്കുകയാണ്. എന്താണ് ഈ അജ്ഞാനം എന്നുള്ളത്? ഈ കാര്യത്തിലും ലോകത്തിന് പല മതമുണ്ട്. അതായത് ഈ നവീനന്മാർക്കും അതിൽ പ്രബലന്മാരായിട്ടുണ്ട്. അതായത് സുഷുപ്തി കാലത്ത് അവിദ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ ചർച്ചയായിട്ട് ചിലർ കൊണ്ടുവരും. ठीक है. സുഷുപ്തി കാലത്ത് അവിദ്യ ഇല്ലെങ്കിൽ പിന്നെ അവിദ്യ എപ്പോഴാ വരിക? ജാഗ്രത സ്വപ്നത്തിലായിട്ടോ? അങ്ങനെയല്ല, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിച്ചു വരാം. ഇങ്ങനെ ജഗത്തിന്റെ കാരണമായിട്ട് മായയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ മായ ഒരു ഉള്ള വസ്തുവാണെന്നും അതിൽ നിന്ന് ജഗത്തുണ്ടായി എന്നാണ് നമുക്ക് തോന്നുക. ഉദാഹരണം രണ്ട് സ്ഥലത്ത് വെക്കാം. ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവും, മറ്റേത് മനസ്സിലാവണമെങ്കിൽ ബ്രഹ്മബോധം വേണം. രണ്ടും നോക്കിക്കോ. കയറിലെ സർപ്പം, ആ സർപ്പം ഉണ്ടോ കയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ല. എന്നാൽ കണ്ടിട്ടില്ലേ അവിടെ? കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലാത്ത വസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മായികം എന്ന് പറയാം, മിഥ്യ എന്ന് പറയും. മായയിൽ നിന്നുണ്ടാവുന്ന വസ്തുവിനെ മായികം അഥവാ മിഥ്യ എന്ന് പറയും. മിഥ്യാ കാര്യമാണ്. അതെന്തുകൊണ്ടാ മിഥ്യാ കാര്യം എന്ന് പറയുന്നത്? മിഥ്യാ കാര്യവും മിഥ്യാ കാരണവും ഉണ്ട്. മിഥ്യാ കാര്യവസ്തുക്കളാകുമ്പോൾ അവയെ മിഥ്യാകാര്യം എന്ന് പറയുന്നു. അതിന്റെ കാരണം ഏതാണോ അതിനെ മിഥ്യാ കാരണം എന്ന് പറയും. മിഥ്യയായിരിക്കുന്ന കാരണം ഏതാ? അതാണ് മായ. മായയുടെ വേറെ പേരെന്താ? അജ്ഞാനം. അതുകൊണ്ട് മിഥ്യാജ്ഞാനം എന്ന് പറയും. ഇതിനെ പദച്ഛേദം ചെയ്യുന്നതേ മിഥ്യാജ്ഞാനം എന്ന് ചെയ്തേക്കരുതേ, മിഥ്യാ അജ്ഞാനമാണ്. മിഥ്യാച തദജ്ഞാനം ചെയ്തി മിഥ്യാജ്ഞാനം. മിഥ്യാസ്വരൂപമായിരിക്കുന്ന അജ്ഞാനമാണ്. ആ അജ്ഞാനം മിഥ്യയായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന കാര്യം അത് വാസ്തവമേ ആവത്തില്ല. അപ്പൊ കാരണമോ? അതും വാസ്തവല്ല. എന്ന് പറഞ്ഞാല് കയറിലെ സർപ്പം കാണുന്നത് കൊണ്ട് അതിന് നമ്മൾ കാരണമായിട്ട് പറഞ്ഞതാണ് കയറിനെ കയറായിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് കയറിന്റെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ തനിക്കുള്ള അറിവില്ലായ്മ, പക്ഷെ കയറിനെ വിഷയീകരിക്കുന്ന അറിവില്ലായ്മ. ठीक है. ഈ അജ്ഞാനം എന്നുള്ളതേ വിഷയത്തിലും ഇരിക്കും അറിയുന്നവനിലും ഇരിക്കും. ठीक है. അജ്ഞാനത്തിന് ആശ്രയമുണ്ട്, വിഷയമുണ്ട്. അപ്പോൾ കയറിനെ വിഷയീകരിക്കുന്ന അജ്ഞാനത്തിൽ നിന്നാണ് സർപ്പമുണ്ടായത്. എന്നിട്ട് ആ സർപ്പം എങ്ങോട്ട് പോകും?
അതെന്തിനാ പോവാൻ അവിടെ കാണുകയല്ലേ? അല്ല, നമ്മൾ കയറിനെ കയറായിട്ട് മനസ്സിലാക്കുന്ന ഒരു സമയം വരില്ലേ? ആ വരും. അപ്പൊ ആ സർപ്പം എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോവാന്? ഉണ്ടെങ്കിലല്ലേ പോകത്തുള്ളൂ. ഇതേപോലെ ഈ ജഗത്തും നമ്മളുടെ അജ്ഞാനം കൊണ്ട് കാണുന്നു എന്ന് മാത്രം. അതെങ്ങനെ? ഇത് സംബന്ധിച്ചിട്ട് ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ ചർച്ച തുടങ്ങുന്നത്. പൂർവപക്ഷിക്ക് ഇത് മാനിക്കാനും പറ്റത്തില്ല. സിദ്ധാന്തിയാണെങ്കിൽ ജഗത്തിനെ മിഥ്യ എന്നും പറഞ്ഞ് പൂർവപക്ഷിയുടെ എല്ലാ വാദമുകളെ ഉടച്ചു പോകും. ഈ പറയുന്ന വേദാന്തി പോലും എന്ത് പറയും? പൂർവപക്ഷിക്ക് ദ്വൈതം ഉണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് എന്താ ദ്വൈതമില്ലേ? ഞങ്ങൾക്ക് ദ്വൈതമില്ല. നിങ്ങളെ ശിഷ്യൻ നിങ്ങളാണോ? അല്ല, ഇപ്പം ദ്വൈതമല്ലേ? നമുക്ക് പിന്നെ ചർച്ച ചെയ്യേ. ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും പരിവട്ടവും. പറഞ്ഞു വന്നതേ, ഈ വലിയ വായില് അന്യൻ ദ്വൈതികളാണ് എന്ന് പറയുമ്പോഴും താൻ ദ്വൈതിയാണോ അല്ലയോ എന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. അതായത് കയറിലെ സർപ്പത്തിന്റെ ദൃഷ്ടാന്തം ആർക്കും മനസ്സിലാവും. പക്ഷേ മൃത്തിലെ ഘടത്തിന് ദൃഷ്ടാന്തം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതെന്തുകൊണ്ടാ? കയറിലെ സർപ്പം പ്രാതിഭാസികമാണ്. പ്രാതിഭാസികമായിരിക്കുന്ന ഭ്രമം വ്യാവഹാരികമായിരിക്കുന്ന പ്രമേയിലൂടെ നഷ്ടപ്പെട്ടു കിട്ടും. അപ്പൊ സർപ്പമല്ല കയറാണ് എന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞാല് ആദ്യം അതിനെ കയറാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതി നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പ്രാതിഭാസികമാണ് സർപ്പജ്ഞാനം എന്നുള്ളത് കൊണ്ടാണ് വ്യാവഹാരികമായിരിക്കുന്ന കയറിന്റെ ജ്ഞാനം വരുമ്പോഴേക്കും നഷ്ടപ്പെട്ട് കിട്ടിയത്. പക്ഷേ ഘടത്തെ കാണുന്നത് നമ്മൾ ഉള്ള ഘട്ടത്തെ കാണുക എന്നേ നമ്മൾക്ക് തോന്നത്തുള്ളൂ. ഇത് മാറുന്ന പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ബ്രഹ്മബോധത്തെ സംബന്ധിച്ച് ഇതുവരെ ദൃഷ്ടാന്തമാണ്. ടീക്കേ. പക്ഷെ ഇത് ഒരു കണക്കിനും നമ്മൾക്ക് അതിന്റെ ഒരു കഥ പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല കുറെ കാലത്തേക്ക്. അതെന്താന്ന് പറഞ്ഞാല് ഞാനതിന്റെ രൂപം പറഞ്ഞത് എവിടെയാണ്. മൃത്തിൽ നിന്ന് ഒരു 100 ഗ്രാം മണ്ണിൽ നിന്ന് നമ്മളൊരു ഘടം ഉണ്ടാക്കി കഴിഞ്ഞാല് ആ ഘടത്തിന് ഘടം ഉണങ്ങിക്കഴിഞ്ഞാൽ എത്രയും മണ്ണുണ്ടായിരുന്നു അത്രയുമേ ഘടം ഉണ്ടാകത്തുള്ളൂ. 100 ഗ്രാം ആണെങ്കിൽ ഘടവും 100 ഗ്രാം ഉണ്ടാവും. ടീക്കേ. അപ്പൊ നിങ്ങൾ പറയും ഇല്ല കുറയാം. ഇവിടെ കുറയാം. പക്ഷേ നിങ്ങൾ 8 ഗ്രാം സുവർണം കൊടുത്തിട്ട് നിങ്ങൾക്ക് മാല ഉണ്ടാക്കി തരുന്ന 7 ഗ്രാം തന്നാൽ നിങ്ങൾ വിടുവോ? ഇല്ലല്ലോ. കറക്റ്റ് അല്ലേ? എത്രയല്ലേ തരത്തുള്ളൂ. അതേപോലെ ഉപാദാന കാരണത്തിൽ നിന്ന് കാര്യം ഭിന്നമായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ മൃത്തിൽ നിന്നും ഘടം ഭിന്നമായിരുന്നു എങ്കിൽ ആ ഘടത്തിന് 1 ഗ്രാമെങ്കിലും വെയിറ്റ് അധികം വേണ്ടതാണ്. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞതർത്ഥം ഘടത്തെ കാണുമ്പോഴും അവിടെ മൃത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ, ഘടം ഇരിക്കുന്നില്ല. പിന്നെ വിളിച്ചതോ ഘടമെന്ന്? അവിടെയാണ് പ്രശ്നം. ഘടം എന്നുള്ളത് ഒരു നാമവും ഒരു രൂപവും മാത്രമാണ്, ഒരു ശബ്ദവും ഒരു ആകൃതിയും മാത്രമാണ്. പിന്നെ ഉള്ളതെന്താ? അത് മൃത്ത്. അങ്ങനെ നോക്കി കാണാൻ പറ്റുമോ? പറ്റണം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഈ മൃത്തിലെ ഘടദൃഷ്ടി എന്നുള്ളത് വ്യാവഹാരിക ദൃഷ്ടിയാണത്. ഈ വ്യാവഹാരിക ദൃഷ്ടിയിൽ മിഥ്യാത്വം ബോധിക്കണമെങ്കിൽ ഈ വ്യാവഹാരിക വസ്തുക്കളുടെ അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ബോധം ഉണ്ടാവണം. അപ്പൊ എന്തിനപ്പം പറയുന്നത് നിങ്ങൾ കയറിലെ സർപ്പം പോലെ തന്നെയാണ് മണ്ണിലെ ഘടവും നിത്യ തന്നെയാണെന്ന്? അത് ശരിയാണ്. അവിടെ ദൃഷ്ടാന്തം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദാഷ്ടാന്തികമായിരിക്കുന്ന മൃത്തും ഘടവും തമ്മിലുള്ള സ്ഥലത്തും നിങ്ങൾക്ക് സാമാന്യമായിട്ട് ബോധം ഉണ്ടാവും ഇത് മിഥ്യയാണെന്നുള്ളത്. പക്ഷേ പാരമാർത്ഥികമായിട്ട് മിഥ്യാബോധം നടക്കണമെങ്കിൽ അധിഷ്ഠാന ബ്രഹ്മ സാക്ഷാത്കാരം വേണം. ഇങ്ങനെ ജഗത്തിനെ മൊത്തം നിഷേധിക്കുമ്പോൾ ജീവനായിരിക്കുന്ന നമ്മളുടെ അസ്തിത്വവും നിഷേധിക്കപ്പെടും. എങ്ങനെ? ഈ ശരീരമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ജീവന്റെ അസ്തിത്വം നിഷേധിക്കപ്പെടും. പിന്നെ ഏത് അസ്തിത്വത്തെയാണ് നിങ്ങൾ വെക്കാൻ പോകുന്നത്? ഈ ജീവന്റെ ശുദ്ധ സ്വരൂപമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മസ്വരൂപം ഉണ്ടല്ലോ, ഏത്? ബ്രഹ്മസ്വരൂപം. അത് മാത്രം അവശേഷിക്കും. അതിനെ പറയാൻ വേണ്ടിയാണ് ഈ ഉപനിഷത്ത് വരുന്നത്. ഈ ഒരു നിത്യശുദ്ധ ബുദ്ധമുക്തനെ കുറിച്ച് നിങ്ങളുടെ പൂർവ്വമീമാംസാ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അഥാതു ധർമ്മജിജ്ഞാസ എന്നുള്ളത് അവസാനിപ്പിച്ച ശേഷം അഥാതു ബ്രഹ്മജിജ്ഞാസ എന്ന് നമ്മുടെ ബ്രഹ്മസൂത്രം ആരംഭിക്കും. ആ സൂത്രങ്ങളെല്ലാം തന്നെ, ബ്രഹ്മസൂത്രങ്ങളെല്ലാം തന്നെ ശ്രുതിയുടെ അർത്ഥനിർണയം നടത്താനുള്ളതാണ്. എല്ലാ സൂത്രങ്ങൾക്കും ശ്രുതിയായിട്ട് സംബന്ധം ഉണ്ടാവും. ഇപ്രകാരം നിങ്ങളുടെ 2 ദർശനങ്ങൾ, പൂർവ്വമീമാംസ, ഉത്തരമീമാംസ. അതിനുശേഷം വരുന്നത് സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം. കപിലന്റെ സാഖ്യദർശനം,
പതഞ്ജലിയുടെ യോഗദർശനം, കണാദന്റെ വൈശേഷിക ദർശനം, ഗൗതമന്റെ ന്യായ ദർശനം. ഇവരൊക്കെ തന്നെയാണ് ആ ശാസ്ത്രങ്ങളുടെ ആചാര്യന്മാർ. ഇതിനെ നമ്മൾ ആസ്തിക ദർശനം എന്ന് പറയാൻ കാരണം ഈശ്വരനെ മാനിക്കുന്നത് കൊണ്ടല്ല. കാരണം സാഖ്യത്തിലൊന്നും ഈശ്വര സിദ്ധാന്തം ഇല്ല. പൂർവമീമാംസകർക്ക് പോലും ഈശ്വരൻ ഇല്ല എന്നുള്ളതാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന അമ്പലത്തിലെ പൂജയല്ലട്ടോ പൂർവമീമാംസ. കർമ്മകാന്ഡം എന്ന് കരുതിയിട്ട് ഈ നാട്ടിൽ നടപ്പിലുള്ള എന്ന് പറയാൻ നമ്മളെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ എത്ര ദൂരത്ത് പോയി എന്നുള്ളതാണ്. ടീക്കേ, അമ്പലപൂജയോ ക്ഷേത്ര പൂജയോ അല്ല, തന്ത്രമോ അല്ല, വൈദിക കർമ്മം അത് വേറെ ഡിവിഷൻ. ടീക്ക്, അത് മഹാകർമ്മങ്ങള് യജ്ഞങ്ങളായിട്ട് നടത്തുന്നുണ്ട്, നിത്യാഗ്നിഹോത്രങ്ങളായിരിക്കുന്ന വീട്ടിൽ നടത്തുന്ന കർമ്മങ്ങളായിട്ട് മാറും. ആ കർമ്മത്തിൽ തന്നെ നമുക്ക് കർമ്മത്തെ മൊത്തത്തിൽ നമുക്ക് മൂന്നാക്കാം. ഇഷ്ട, പൂർത്ത, ദത്ത കർമ്മങ്ങളാക്കി മാറ്റാം. ഈ കർമ്മങ്ങൾ ചെയ്താല് അവിടെ പറഞ്ഞിരിക്കുന്ന ഫലം കിട്ടും. ശ്രുതിയിൽ തന്നെ ഫലം, കർമ്മം പറയുന്ന സ്ഥലത്ത് ഫലവും പറയും. ചിലയിടത്ത് കർമ്മം പറഞ്ഞിട്ട് ഫലം പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ ഫലം സ്വർഗമാണെന്ന് പിന്നീടുള്ള ആചാര്യന്മാർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കർമ്മത്തിന്റെ ഫലം ഗണിക്കപ്പെടുന്നത്. ഓരോരോ കർമ്മത്തിന് അവിടെ പറഞ്ഞിരിക്കുന്ന ഫലം. ഇനി ഈ കർമ്മങ്ങളെ ഫലേച്ഛാരഹിതമായിട്ട് ചെയ്താൽ, ഫലേച്ഛാരഹിതവുമായിരിക്കണം, ഈശ്വര അർപ്പിതവുമായിട്ട് കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന്റെ ഫലമാണ് അന്ധക്കരണ ശുദ്ധി. അങ്ങനെ അന്ധക്കരണം ശുദ്ധമായവർക്ക് മാത്രമാണ് വേദാന്തത്തിലേക്കുള്ള പ്രവേശം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഗീതയിൽ കാണാം. ആരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. ഇതിന് കുറെ സീക്വൻസ് പരമ്പര നിങ്ങൾക്ക് ആ ഭാഷ്യത്തിൽ കാണും. അവിടെ നിന്ന് ഗീതാകാരൻ പറയുന്നുണ്ട്, നിനക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ ജീവിക്കാനും പറ്റത്തില്ല മോനെ, അതെങ്കിലും ചെയ്യുന്നു. ഓക്കെ, അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ, രണ്ടെണ്ണം, കർത്തൃത്വം ഇല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മത്തിന്റെ പേരാണ് കർമ്മയോഗം. അല്ലാതെ കാമ്യകർമ്മങ്ങളെ കർമ്മയോഗത്തിൽ പെടുത്തിയിട്ടേ ഇല്ല. ഗീതയിൽ പറഞ്ഞ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളൂ. അത് ഞാൻ വേദത്തിൽ പറഞ്ഞതാണ്. ഒന്ന് കർമ്മയോഗം, രണ്ടാമത്തത് ജ്ഞാനയോഗം. ജ്ഞാനയോഗത്തിന്റെ കാരണം ഏതാണോ അതിനെ കർമ്മയോഗം എന്ന് പറയുന്നുള്ളൂ. ആ കർമ്മയോഗം എന്നുള്ളത് എങ്ങനെ ചെയ്യണം? കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലം അവിടെ പറഞ്ഞതല്ല, മറിച്ച് അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി മാത്രമാവും. ഈ അന്ധക്കരണ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ വേദാന്തത്തിലേക്ക് പ്രവേശം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ജ്ഞാന യോഗത്തിന് അനുകൂലമായിരിക്കുന്ന കർമ്മത്തെ മാത്രം നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ കർമ്മത്തെ എടുക്കുന്നില്ല. ഞാൻ കർമ്മകാണ്ഡിയാവാം, പക്ഷെ കർമ്മയോഗി ആവത്തില്ല. ടീക്കേ, അന്നപ്പോൾ കർമ്മം ചെയ്ത് അന്ധക്കരണം ശുദ്ധമായി അവിടെ ശാസ്ത്രശ്രവണം നടത്തി ശാസ്ത്രം ശ്രവിക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ എന്താണ് പൂർണ്ണമത പൂർണ്ണമിതം ഇത്യാദിയിലൂടെ നമ്മൾ അഥവാ ഈശാവാസ്യം ഇത്യാദിയിലൂടെ നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെ തന്റെ സ്വരൂപമായിട്ട് ഐക്യബോധം നടത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ. ഈ ഐക്യബോധം സാമാന്യമായിട്ട് ഗ്രഹിച്ച ശേഷം അവൻ സന്യാസത്തിലേക്ക് കയറുന്നു. അവിടെയാണ് യോഗാരൂഢനാവുന്നത്. യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണം ഉച്യതേ. ശമം എന്നുള്ള സന്യാസം. ഇനി ഈ കേട്ടിരിക്കുന്ന കാര്യങ്ങളില് നിരന്തരം മനോവൃത്തി നടത്തിയിട്ട് ബ്രഹ്മാകാര വൃത്തി സമ്പന്നമാക്കാൻ അവന് സന്യാസം ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? തത്തത് ആശ്രമവിഹിത കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്തില്ലെങ്കിൽ പ്രത്യയമായി നേരിടും. അതുകൊണ്ട് സകല ആശ്രമ കർമ്മത്തെയും ത്യജിച്ചിട്ട് നിരന്തര ബ്രഹ്മാകാര വൃത്തി വരുത്താൻ വേണ്ടിയാണ് സന്യാസം സ്വീകരിക്കുന്നത്. ടീക്കേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രത്തിന്റെ ആദ്യ മന്ത്രത്തിൽ തന്നെ രണ്ട് പാർട്ടാവും. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത് തേന തെക്തേന. തെക്തേന എന്നുള്ളതിന് ത്യാഗേന എന്നർത്ഥം, സന്യാസേന എന്നർത്ഥം. സന്യാസം കൊണ്ട് ബ്രഹ്മാകാര വൃത്തിയെ നിലനിർത്തൂ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നപ്പോൾ ഈ വിദ്യ എന്നുള്ളത് സന്യാസ വിദ്യയാണ്. സന്യാസിക്ക് അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കാവ്യം എടുത്ത് ചുറ്റിയത് കൊണ്ട് സന്യാസിയാണോ വെച്ചാൽ അല്ല. എന്താണ്? ഏഷണാത്രയ പരിത്യാഗിയാണ് ഇവിടുത്തെ സന്യാസി. ഏഷണാത്രയ പരിത്യാഗിക്ക് എവിടെ നിന്നാണ് ആശ്രമം? ഇല്ലേ? ആരും ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല മക്കളെ. വീട് വിട്ട് ആശ്രമത്തിൽ വന്നവന് അധ്യയനം കൊള്ളാം. അധ്യയനം നടത്തി ഇപ്പം ബൃഹദാരണ്യകത്തിന്റെ
പാണ്ഡിത്യ നിർവിദ്യ ബാല്യന തിഷ്ടാസ്തി ബാല്യം ച പാണ്ഡിത്യ നിർവിദ്യ അഥ മുനി മൗനം ച അമൗനം ച നിർവിദ്യ അഥ ബ്രാഹ്മണോ കൃതകൃത്യ ഭവതി എന്നുള്ള സ്ഥലത്ത് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ശാസ്ത്രത്തെ പിഴിഞ്ഞെടുത്ത് പഠിച്ച ശേഷം പിന്നെന്താ, പിന്നെ അവനാണ് സർവസംഘ പരിത്യാഗം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെ സന്യാസം വരാനാണ്? അതായത് വിവേകപൂർവമായിരിക്കുന്ന വൈരാഗ്യത്തെ സ്വീകരിക്കുന്നുള്ളൂ, അല്ലാതെ കാട്ടായ വൈരാഗ്യം ഇവിടെ ആവശ്യമില്ല. ഷോ ഇറക്കാനുള്ള സാധനം അല്ലത്. അതുകൊണ്ട് പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും നമ്മൾക്ക് വ്യവസ്ഥയിൽ നിന്നേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ വിദ്യ തലയില് നല്ല നിലയ്ക്ക് നിലവാരത്തിലുണ്ടെങ്കിൽ അവന് വീട് വിട്ടതുപോലെ ആശ്രമം വിട്ട് അവന്റെ നിരന്തര ബ്രഹ്മാകാര വൃത്തിക്ക് അനുയോജ്യമായിരിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് ബ്രഹ്മാകാര വൃത്തിയിലേക്ക് മാറും. അല്ലാതെ ആരും വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടങ്ങോട്ട് ബ്രഹ്മാകാര വൃത്തി വരത്തില്ല. അതിനാണ് സന്യാസം വിധിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പറയും ആശ്രമങ്ങളിൽ നിന്നൊരു ബ്രഹ്മജ്ഞാനി ഉണ്ടായിട്ടില്ല. കാരണം എന്താ, വ്യവസ്ഥയിൽ നിൽക്കത്തുള്ളൂ. ചിലർ പറയും ഞങ്ങൾക്ക് ഈ സോഷ്യൽ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുക. അതിനാണ് നിങ്ങൾ സന്യസിച്ചത്, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ ഉപനിഷത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരിടത്തും കാണത്തില്ല ഏത് മാനവസേവ മാധവസേവ. തന്നെ അറിയാൻ വേണ്ടിയിട്ട് മെനക്കെടുക എന്നുള്ളത് മാത്രമാണ് ഉപനിഷത്തിന്റെ സംപിണ്ഡിതാർത്ഥം. അതുകൊണ്ടാണ് അവിടെ സന്യാസം വിധിച്ചത്. ഏഷണ അത്രയെന്ന് പറഞ്ഞാൽ പുത്രേഷണ വിത്തേഷണ ലോകേഷണായ ഉത്ഥായ അതിഭിക്ഷാചരം ചരന്തി എന്ന ബൃഹദാരണ ഉള്ളത്. ഓക്കെ, അപ്പൊ സർവസംഘ പരിത്യാഗം എന്ന് ഉദ്ദേശിച്ചത് അവന് പിന്നെ ആരുമായിട്ട് സംബന്ധം വെച്ചിട്ടല്ല, നിരന്തര ബ്രഹ്മാകാര വൃത്തിക്കാണ് പോകുന്നത്. അതിന് അനുകൂലമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ ബ്രഹ്മബോധം വരുന്ന പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കണം എന്തിനാണ് ഈ ഉപനിഷത്ത് പഠിക്കേണ്ട ആവശ്യം. ഞങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, കർമ്മം കൊണ്ട് നേടാം, മന്ത്രജപം കൊണ്ട് നേടാം, അല്ലെ? ഇതെന്തിനാ പറയേണ്ടി വരുന്നെന്ന് പറഞ്ഞാലേ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ വിഷയം, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ കണ്ടനം നടത്തേണ്ടിയിട്ടല്ല. അപ്പയ്യ ദീക്ഷിതരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ശ്രവണത്തില് വിധിയുണ്ടോ എന്ന് ചോദിക്കും. അതായത് ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ശ്രവണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അശേഷണം വേദാന്താനം ആദിമധ്യാവസാനേഷു ബ്രഹ്മാത്മന്യവ താത്പര്യം വിധി ശ്രവണം ഭവേത് എന്ന് പറയും പഞ്ചദശിയില്. മൊത്തം വേദാന്ത വാക്യങ്ങളുടെയും അർത്ഥമായിരിക്കുന്ന ബ്രഹ്മത്തിനെ വേദാന്ത വാക്യങ്ങളിൽ നിന്ന് നിജപ്പെടുത്തി മനസ്സിലാക്കുന്നതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയോ കാലം എടുത്താലും നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അത്. കാരണം എന്താ, അത് പഠിച്ച് മുന്നോട്ട് പോയാൽ മനസ്സിലാവും. സാക്ഷി ആരാണ് എന്നുള്ള ഒരു കാര്യത്തിൽ പോലും നമ്മൾക്ക് സ്ഥിരബുദ്ധി വരണമെങ്കിൽ ഒരു 5 വർഷം സാക്ഷിയെ മാത്രം കേട്ട് പഠിക്കാൻ പറ്റണം. അത് കേട്ടിട്ടും കാര്യമില്ല, നിങ്ങളുടെ ചിന്തന അതിന്റെ വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വസ്തുവിന്റെ ബോധം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ശാസ്ത്രം പറയുന്നതെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഗുരു ഒരു മന്ത്രം തന്നു കഴിഞ്ഞാൽ ആ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ ജ്ഞാനികളായ കഥയൊക്കെ ഉണ്ടല്ലോ, കഥയൊക്കെ കൊള്ളാം. ठीक ജ്ഞാനം എന്നുള്ളത് പ്രമാണജന്യമാണ്. പ്രമാണം നോക്കിക്കഴിഞ്ഞാൽ ठीक പ്രത്യക്ഷം, അനുമാനം, ആഗമം, അർത്ഥാപത്തി, അനുപലബ്ധി, ഉപമാനം, ഇങ്ങനെയാണ് പ്രമാണങ്ങളുള്ളത്. ഈ പ്രമാണത്തിൽ നിന്നാണ് പ്രമേയം ഉത്പന്നമാകത്തുള്ളൂ. അതുകൊണ്ട് ഈ ശബ്ദം എന്നുള്ള പ്രമാണമാണ് വൈദിക മന്ത്രങ്ങൾ. ഈ വൈദിക മന്ത്രമായിരിക്കുന്ന ശബ്ദപ്രമാണത്തിൽ നിന്ന് മാത്രമേ അദ്വിതീയ വസ്തുവിന്റെ ഐക്യബോധം ഉണ്ടാകത്തുള്ളൂ. അല്ല, ഐക്യബോധത്തിന്റെ ആവശ്യമുണ്ടോ? വസ്തുബോധമല്ലേ. അതായത് നിങ്ങളുടെ ഗീതയുടെ ആരംഭത്തിൽ കാണാം, കേവല വസ്തുബോധം കൊണ്ട് മാത്രം അജ്ഞാനം നഷ്ടപ്പെടത്തില്ല. അങ്ങനെ നഷ്ടപ്പെടുമായിരുന്നുവെങ്കിൽ സാഖ്യന്മാർക്കും നഷ്ടപ്പെടേണ്ടതാണ് എന്ന് ഭാഷ്യകാരൻ പറയുന്നത് കൊണ്ട് കേവല ബ്രഹ്മബോധമല്ല, മറിച്ച് ആ ബ്രഹ്മത്തിന് ജീവനമായിട്ടുള്ള ഐക്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ അജ്ഞാനം നഷ്ടപ്പെടത്തുള്ളൂ. കാരണം ഐക്യത്തിന്റെ അജ്ഞാനം കൊണ്ടാണ് ഈ ജഗത്ത് മൊത്തം ഇരിക്കുന്നത്. അതുകൊണ്ട് ഐക്യത്തിന്റെ ജ്ഞാനം മാത്രമേ അജ്ഞാനം നഷ്ടപ്പെടുത്തത്തുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുമാന വാക്യമൊക്കെ വരുന്നേരെ അത് നൈയായികന്റെ ട്രോളാണ്. ഉദാഹരണത്തിന്, ഒരു പർവ്വതത്തിൽ ധൂമത്തെ കണ്ടിട്ട് അവിടെ വന്യനുമാനം നടത്താൻ വേണ്ടിയിട്ട് അവൻ പ്രയോഗിക്കുന്നതാണ് അയം പർവ്വത വന്യമാൻ ധൂമാത്. ഈ പർവ്വതത്തിൽ വന്യുണ്ട്, ധൂമം ഇരിക്കുന്നതിനാൽ. ഇങ്ങനെയൊക്കെ വാക്യം പെട്ടെന്ന് മനസ്സിലാവുമെങ്കിലും അതിന്റെ ടെർമിനോളജി മനസ്സിലാക്കാൻ പാടാം. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ ധൂമത്തില് വ്യാപ്തി എന്നുള്ള സംബന്ധം ഇരിക്കുന്നത് കൊണ്ടാണ് വ്യാപകനായിരിക്കുന്ന വന്യ മനസ്സിലാകുന്നത്. എന്താണ് വ്യാപ്തി, എന്താണ് വ്യാപ്യം, എന്താണ് വ്യാപകൻ? ഈ ഒരു കാര്യം സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റുകളിൽ വേറെ വരും. നിങ്ങൾ തർക്കസംഗ്രഹം മുതൽക്ക് പഠിക്കാം. പക്ഷെ തർക്കസംഗ്രഹത്തിന്റെ ഈ മൂലപാഠം അങ്ങോട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയാലും ടീക്ക് അത്രയും പെട്ടെന്നൊന്നും പറ്റൂല. ഞാൻ ഇവിടെ മലയാളികൾക്ക് തന്നെ
ആ മൂലപാഠം കഴിഞ്ഞു, അതിലെ ടീക്കയില് പ്രത്യക്ഷം കഴിഞ്ഞു, അനുമാനത്തിലെത്തിയപ്പോഴേക്ക് ഇവരെല്ലാരും വിട്ടുകളഞ്ഞു. ഓക്കെ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ടഫായിരിക്കും. അപ്പം ഇത് കേട്ട് കേട്ട് എത്രയോ കാലം പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ചെറുങ്ങനെ പോലും അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ മന്ത്രമില്ല, തന്ത്രമില്ല, ഒരു പരിപാടിയില്ല. വെറും ശബ്ദത്തിൽ നിന്ന് നിങ്ങളെ സ്വരൂപത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, വേറെ ഒന്നുമില്ല. അതെങ്ങനെ? ഞാനെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. അതില്ലാത്ത ഒരു മൃഗം പോലും ഇല്ല, പക്ഷിയും ഇല്ല. ഞാനെന്നുള്ളത് എല്ലാവരുടെയും ഐഡന്റിറ്റി സാക്ഷ്യരൂപത്തിൽ പ്രകാശിക്കുന്നതാണ്. അതിനെയല്ല, അതുക്കും മേലെ തന്റെ സ്വരൂപം, ഏതൊരു സ്വരൂപമാണോ തന്നെ കുറിച്ച് ചിന്തിക്കാത്തത്. കാരണം നിത്യശുദ്ധ ചിന്ത എന്നുള്ളത് വൃത്തിയാണ്, മനോവൃത്തി. അത് 3 വിധ വൃത്തിയാ. ഒന്ന് മനസ്സിന്റെ വൃത്തി, അല്ലെങ്കിൽ മായാവൃത്തി, അല്ലെങ്കിൽ അവിദ്യാവൃത്തി. നിത്യശുദ്ധ ബുദ്ധമുക്തനില് അന്ധകരണമില്ല, മായയില്ല, അവിദ്യയില്ല. അതുകൊണ്ട് അവനെ തന്നെ ഞാനൊന്നും പറഞ്ഞ് ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഞാനൊന്ന് ചിന്തിക്കണം. ആരെ? അവനെ കുറിച്ച്. അത്രയും ടഫാണ് ഈ സാധനം എന്ന് പറഞ്ഞു വരുന്നത്. ഇത് പറയാൻ പെട്ടെന്ന് കഴിയും. നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇതെങ്ങനെ മാറിപ്പോകുന്നുള്ളത്. വെറും കുറെ കാലത്തെ പരിചയം കൊണ്ട് ഇതൊക്കെ കയറി വരും. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ സംസാരിക്കുക. എന്ന് പറഞ്ഞാല് ഇത് രണ്ടാക്കാം. ഒന്ന് പ്രമേയ സൈഡ് സംസാരിക്കുക, ഒന്ന് പ്രമാണത്തെ കുറിച്ച് സംസാരിക്കുക. പ്രമേയമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് സിമ്പിൾ ആയിട്ട് സംസാരിച്ചു പോകാം. പക്ഷേ ആ പ്രമേയമായിരിക്കുന്ന വസ്തുവിന്റെ പ്രമേയം എങ്ങനെ ഉണ്ടാവുന്നു, ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പ്രമാണ സൈഡ് എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ അറിയുന്നവനാര്, അവന്റെ വൃത്തി എന്ത്, അവന് വൃത്തിജ്ഞാനം ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നത് അത് ആർക്ക് സംഭവിക്കുന്നു, അവന്റെ സ്വരൂപം എങ്ങനെ, ഇതൊക്കെ വളരെ വിചിത്രമായിരിക്കും. ഇതൊരു പ്രത്യേക സെഷനാണ്. ഉപനിഷത്തിലൊന്നും അത്രയില്ല. ഇതിനായിട്ട് വേറെ പല ടെക്സ്റ്റും, സിദ്ധാന്ത വിദ്വ, അദ്വൈത സിദ്ധി, വേദാന്ത പരിഭാഷ, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കൊണ്ടുവരിക. അതിനെയും കൂടി ചേർത്ത് മനസ്സിലാക്കിയെങ്കിലേ വേദാന്തത്തിന്റെ മനസ്സിലാക്കൽ ശരിയാവത്തുള്ളൂ. സ്വാമിജി നമസ്തേ. ഹാജി, സ്വാമിജി ഒരു പ്രപഞ്ചത്തിനെ കുറിച്ചൊരു യുക്തി പറഞ്ഞല്ലോ. ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമതൊരു യുക്തി പറഞ്ഞു, അതെനിക്ക് പെട്ടെന്ന് അതെന്താന്ന് പറഞ്ഞാല് ഇത് ശരിക്കും ബൗദ്ധന്റെ ഇല്ലാത്തതിനെ എങ്ങനെ ഉണ്ടാക്കും, അതാണോ ചോദിച്ചത്? ഇത് ബൗദ്ധന്മാരുടെ സിദ്ധാന്തം കടമെടുത്തിട്ടൊക്കെയാണ്. വേദാന്തിക്കും ഉണ്ട് സാധനം. അതായത് ഒരു വിത്തിൽ നിന്ന് ബീജത്തിൽ നിന്ന് മുള പൊട്ടി വരികയാണ്. ആ ബീജം ഇരിക്കുന്ന ബീജമാണോ വൃക്ഷമായി മാറിയത്, ഇല്ലാത്ത ബീജമാണോ വൃക്ഷമായിട്ട് വരുന്നത്? ബീജമായിട്ടിരുന്നാൽ അതിന് വൃക്ഷമാകാൻ പറ്റത്തില്ല, എന്ന് പറഞ്ഞാൽ മുള പൊട്ടത്തില്ല. ഇനി ബീജം അവിടെ ഇല്ലെങ്കിൽ പിന്നെ മുള പൊട്ടിയത് ബീജത്തിൽ നിന്നല്ലാതെ പോകും. ആയതുകൊണ്ട് മുള പൊട്ടത്തില്ല. ठीक है, നിങ്ങൾക്ക് ജഗത്തിനെ കാണാമെന്നല്ലാതെ യുക്തിപരമായിട്ട് സിദ്ധിക്കാനേ പറ്റത്തില്ല. ഇതൊക്കെ ഖണ്ഡനകാര്യത്തില് ഭേദത്തിന് നിഷേധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾക്ക് ഭേദത്തെ കാണാൻ പറ്റുന്നല്ലാതെ ഭേദത്തിന് നിങ്ങൾക്ക് യുക്തിയായിട്ട് സിദ്ധിക്കുന്ന പ്രശ്നമേ ഇല്ല. ठीक है, നമ്മുടെ മണ്ടയെ പൊളിച്ചു കളയുന്ന പരിപാടികളാണ് ഈ യുക്തിയായിട്ട് വരുന്ന എല്ലാ സ്ഥലത്തും. നമ്മുടെ ഈ ജഗത്തിനെ കണ്ടിട്ട്, അതായത് ചെറിയൊരു എക്സാമ്പിൾ, മാങ്ങാക്കാലല്ലേ, പച്ചമാങ്ങയാണെങ്കിലും പഴുത്ത മാങ്ങയാണെങ്കിലും നല്ല രസമാണ്. ഈ മാങ്ങയുടെ രസം മാങ്ങയാണോ? ഇനി ആ മാങ്ങയുടെ മധുരം അത് സെൻസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ നമ്മള്? അതാണോ, ആ സെൻസിങ് ആണോ ആ മധുരം? അല്ലല്ലോ. നമുക്ക് ഈ ലോകത്തിലെ സെൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കരുതുന്നത് എന്താ? വസ്തു എന്നാ കരുതുന്നത്. ഇവിടെ തന്നെ മാറിപ്പോയില്ലേ സാധനങ്ങൾ? ഇത് വെച്ചിട്ടല്ലേ നമ്മൾ ലോകത്ത് മൊത്തം കാണുന്നുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലോകം ഇല്ല. ഇനി ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളെ വെച്ചിട്ടുള്ളൂ. പക്ഷെ എന്താ പ്രശ്നമോ, നമ്മൾ ഈ ഹയർ ടെക്സ്റ്റ് എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ടപ്പറിന് കയറിയിട്ട് ഞാൻ അറിയാതെ ലിങ്ക് വരുന്നത് അവിടുന്ന് വിടുന്നു. അവിടെ ഞാൻ ബോധപൂർവ്വം അതിനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. കുറച്ച് കഴിയും, നിങ്ങൾ 1-2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ട്രാക്കിലെത്തും. ടീക്ക്. അല്ല, എനിക്കത് ഇത് മനസ്സിലായി. പക്ഷെ ആ 2 യുക്തി പറഞ്ഞാൽ ഒരെണ്ണം കിട്ടി, മറ്റേത് മാത്രം എനിക്ക് അതായത് മനസ്സിലായി. പക്ഷെ അത് ഈ വസ്തു ഉണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഉത്പത്തി ഉണ്ടാവത്തില്ല. ഉള്ളതിന്റെ ഉത്പത്തി ഉണ്ടാവത്തില്ല. ഉള്ളതല്ലേ. അതെ. ഇല്ലാത്തതിന്റെ ഉത്പത്തി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിന്റെ ഉത്പത്തി എങ്ങനെയാ പറയാൻ പറ്റുക? ഇല്ലാത്തതാണ്. ഇല്ലാത്തതല്ലേ, പിന്നെ എങ്ങനെ ഉത്പത്തി ഉണ്ടാവും? ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബുക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. നമ്മുടെ ബുക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിലാട്ടോ. എന്ന് പറഞ്ഞാൽ ഈ മാണ്ഡവ്യത്തിന്റെ മലയാളം അഭാവത്തിന് ഉത്പത്തിയില്ല, ഭാവത്തിന് അഭാവം ഉണ്ടാവത്തില്ല. ठीक है, അതായത് മാണ്ഡവ്യത്തില് ഇഷ്ടം പോലെ യുക്തി കൊണ്ട് വെക്കുന്നുണ്ട്. ബ്രഹ്മാകാരമായ ചിത്തവൃത്തിയും കൂടെ നശിക്കണ്ടേ, നല്ല കയ്യിലുണ്ടാവുള്ളൂ. അത് ടെൻഷൻ അടിക്കണ്ട, ബ്രഹ്മാകാര വൃത്തി ആദ്യം ഉണ്ടായിരിക്കോ? അതായത് ഇല്ല ഉണ്ടായിട്ടില്ല. അതായത് പറഞ്ഞാല് നമ്മുടെ മലയാളികള്
മലയാളികൾ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരുന്ന കുറെ സാധനങ്ങളുണ്ട്. ശങ്കരൻ മായാവാദി. എന്റെ പണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് പറയും ശങ്കരൻ ഇത് മായാവാദം എവിടുന്ന് വന്നെന്ന് അറിയോ, എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് പോലും അറിയത്തില്ല. ബ്രഹ്മാകാര വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കാ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവുന്നേ? ബ്രഹ്മത്തിനാണോ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവുന്നത്, അബ്രഹ്മത്തിനാണോ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവുന്നത്? പേടിക്കണ്ട, ബ്രഹ്മത്തിനാണ് ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവുന്നത്, അബ്രഹ്മത്തിനല്ല. ആ ബ്രഹ്മാകാര വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചാലും നശിച്ചില്ലെങ്കിലും നമുക്കെന്താ? കാരണം എന്താ? അറിഞ്ഞവൻ അറിവായി മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ അറിവായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്, അല്ലാതെ നോളജ് അല്ല. ബ്രഹ്മസ്വരൂപമായി മാറിക്കഴിഞ്ഞാൽ അവിടെ എന്താ അറിവുണ്ടാവാനാ? ഇത് ഉടയ്ക്കാനായിട്ട് ആര് പോന്നു? അതായത് ശാസ്ത്രത്തിന്റെ ഒരു ലെവൽ വിട്ട പഠനം ഇല്ലാത്ത ആൾക്കാർ, നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല, കാരണം ഞാനും മലയാളിയല്ലേ. മലയാളികൾക്ക് ഇങ്ങനെയുള്ള ഓരോ വാദങ്ങളുണ്ട്. ഇത് ശാസ്ത്രത്തിന്റെ പരിചയം ഇല്ലായ്മയിൽ നിന്ന് വരുന്ന വാദമാണിത്. ठीक है, അതായത് ആ അവിദ്യാകാലത്തെ എല്ലാ വ്യവഹാരം നടക്കുന്നുള്ളൂ. ബ്രഹ്മാകാര വൃത്തി എന്നുള്ള വിദ്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യവഹാരം ഇല്ലല്ലോ. പിന്നെ ആർക്കാണ് ഈ ടെൻഷൻ ബ്രഹ്മാകാര വൃത്തി നശിപ്പിക്കേണ്ടത് എന്നുള്ളത്? വൃത്തി ഒരു ക്ഷണം ഉത്പന്നമാവുന്നു. അത് ഘടാകാര വൃത്തിയായാലും ബ്രഹ്മാകാര വൃത്തിയായാലും ഉത്പന്നമായി രണ്ടാമത്തെ ക്ഷണത്തിൽ നിൽക്കും, മൂന്നാമത്തെ ക്ഷണത്തിൽ നഷ്ടപ്പെട്ടു പോകും. ഇത് ബ്രഹ്മാകാര വൃത്തിയായാലും വേണ്ടിയില്ല, ഘടാകാര വൃത്തിയായാലും വേണ്ടിയില്ല. പിന്നെ ഇതൊക്കെ ടെൻഷൻ. മനസ്സിലായോ? ഇക്കാര്യത്തിൽ എല്ലാം നശിക്കേണ്ടതെന്നല്ല, ബ്രഹ്മാകാര വൃത്തി മാത്രം വന്നാൽ മതി. ചിലര് പറയും മക്കളെ ബുദ്ധിയുടെ കാര്യമല്ലേ അത് എന്ന് പറഞ്ഞാല് ഒരു കാര്യമുണ്ട്. ഈ കലികാലത്ത് അങ്ങനെയുള്ള ആൾക്കാരെ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. ശാസ്ത്രം പറയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം കലിയുടെ കാര്യങ്ങൾ നടക്കണ്ടേ. അല്ലാതെ മക്കളെ ബ്രഹ്മാകാര വൃത്തി അന്ധകരണത്തിന്റെ വൃത്തിയാണ്. അത് വരും, അജ്ഞാനത്തെ നശിപ്പിക്കും. അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താ കഴിഞ്ഞാൽ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, സ്വരൂപത്തിന്റെ ആച്ഛാദനമാണ് ഈ അവിദ്യ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വരൂപാച്ഛാദനകനായിരിക്കുന്ന അവിദ്യ നഷ്ടപ്പെടുത്താൻ ബ്രഹ്മാകാര വൃത്തി എന്നുള്ള അന്ധകരണ വൃത്തി മാത്രമേ പറ്റത്തുള്ളൂ. ആ അന്ധകരണ വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നാൽ നഷ്ടപ്പെട്ടു പോയിക്കോളും. കാരണം ബ്രഹ്മത്തിൽ ഭിന്നമായിരിക്കുന്ന അന്ധകരണവും അന്ധകരണത്തിന്റെ വൃത്തിയും അന്ധകരണ വൃത്തിയുടെ നാശവും എല്ലാം മായികമാണ്. ठीक, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ അതിന്റെ ബ്രഹ്മാകാരമായ വൃത്തി ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ പ്രയത്നത്തിന്റെ ആവശ്യമില്ല. ഇല്ല, പ്രയത്നത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടല്ലേ മക്കളെ തൈലധാര എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടം നടത്തി കളഞ്ഞത്. തൈലധാര വൃത്തി, അതായത് ബ്രഹ്മസൂത്ര ബൃഹദാരണ്യം നോക്ക്, അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഏത് വൃത്തിയാണ് അജ്ഞാനം നഷ്ടപ്പെടുത്തുന്നത്? തുടക്കത്തിൽ വൃത്തിയാണ്, ഒടുക്കത്തിൽ വൃത്തിയാണ്? ഭാഷകാരൻ പറയും എപ്പോഴാണ് നഷ്ടപ്പെട്ടത് ആ വൃത്തി തന്നെയെന്ന് അറിയും. കാരണം ഇതിനെ ഇങ്ങനത്തെ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. ഇതൊക്കെ വേറെ, അതായത് ശാസ്ത്രം പഠിക്കത്തില്ല, എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് വിഘടവാദമായിട്ട് വരുന്നതാണ് ഇവിടെ. ഇപ്പൊ ഘടത്തിന്റെ ജ്ഞാനം ഉണ്ടായിട്ട് എത്ര ക്ഷണം കഴിഞ്ഞാൽ അജ്ഞാനം നഷ്ടപ്പെടുക? ഘട അജ്ഞാനത്തെ നഷ്ടപ്പെടുത്തിയും കൊണ്ട് ഘടജ്ഞാനം ഉത്പന്നമാകത്തുള്ളൂ. ഇരുട്ടുള്ള ഒരു റൂമിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് വന്ന ശേഷം എത്ര സെക്കൻഡിന് ശേഷമായിരിക്കും ഇരുട്ട് മാറുക? വരില്ലല്ലോ അങ്ങനെ ഒരു കാര്യം. ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവം. ബ്രഹ്മാകാര വൃത്തി വരുന്നതോടുകൂടി അജ്ഞാനം നശിച്ചു കഴിഞ്ഞു, പിന്നെ ബ്രഹ്മസ്വരൂപമേ ഇരിക്കത്തുള്ളൂ. ചില സമയത്ത് ഭാഷകാരൻ സ്വരൂപത്തെ കുറിച്ച് സംസാരിച്ചു കളയും, അവിടെ വൃത്തി പോലും ഉണ്ടാവത്തില്ല. പക്ഷെ സംഭവിച്ചത് വൃത്തി വരുന്ന കാലത്താ. വൃത്തി വന്നു കഴിഞ്ഞാല് ബ്രഹ്മാകാര വൃത്തി, അവിദ്യയുടെ നാശം, ബ്രഹ്മസ്വരൂപം, മൂന്നെണ്ണം കയറി വരും. ഘടാകാര വൃത്തി, ഘട അജ്ഞാന നാശം, രണ്ടെണ്ണേ വരത്തുള്ളൂ. അറിയുന്നവന് ഘടമാവാൻ പറ്റത്തില്ല, കാരണം അറിയുന്നവന്റെ സ്വരൂപമല്ല ഘടം. പക്ഷെ ഇവിടെ ബ്രഹ്മാകാര വൃത്തി, അജ്ഞാനനാശം, ബ്രഹ്മസ്വരൂപ പ്രാപ്തി. അതെന്തുകൊണ്ടാ? അറിയുന്നവന്റെ സ്വരൂപമായിരുന്നു ബ്രഹ്മ. അതുകൊണ്ട് മൂന്നെണ്ണം കയറി വരും. ഈ സമയത്ത് ഇനി ബ്രഹ്മത്തിൽ വൃത്തി ഇരിക്കുകയോ? ഇല്ല. പിന്നെ വൃത്തി നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് എന്തിനാ ടെൻഷൻ അടിക്കണം? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏതെങ്കിലും ഒരു പറയുന്നവരുള്ള പൂർണ്ണമിതം പറയുന്നത് ആ ബ്രഹ്മസ്വരൂപത്തെയാണ്. അതിനെ ധ്യാനിച്ചും കൊണ്ട് മന്ത്രം ചൊല്ലുക. അതിനും ഫലമുണ്ട്. എല്ലാം എന്തെങ്കിലുമൊക്കെ വൈദികമല്ലേ, ഫലമായി മാറും. ഓം നമോ നാരായണ.